Hello everyone, this lecture will be the first lecture on synchronous motor drives. In this lecture, I will be discussing about the basic details of synchronous motors, the constructions, the advantages over induction motors, then the basic classifications, then the torque and power equations of salient pole type and cylindrical rotor type induction motors. Okay. So a synchronous motor drive. Basically, a synchronous motor drive or synchronous machine means a machine which is running at a synchronous speed. That is a machine which will run at synchronous speed only, and that speed will be set by the number of poles and frequency. And it is related by the equation ns equal to synchronous speed ns equal to 120 f by p. And if the number of poles and frequency are constant, the synchronous speed will be constant, and the rotor or the motor will be running at the speed which is equal to the synchronous speed. Okay, so basic working principle ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. സോ അതുകൊണ്ട് അത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. And the speed control of synchronous motors speed of the synchronous motor can be controlled by varying the frequency of its source. So by simply varying the source frequency, you can control the speed, because the synchronous speed is the same, or the motor speed is the same as that of the synchronous speed. And due to non-availability of economically variable sources, this method of speed control was not used in the past. Okay, so past മുന്നേ ഇത് യൂസ് ചെയ്തായിരുന്നില്ല അധികം, കാരണം അങ്ങനത്തെ സിമ്പിളായിട്ട് വാരി ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസി കൺട്രോൾ ഡിവൈസസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ദ സിങ്ക്രോണസ് മോട്ടോഴ്സ് വെർ മെയിൻലി യൂസ്ഡ് in constant speed application, and the development of semiconductor variable frequency sources such as inverters and cycloconverters has allowed their use in variable speed applications such as high power and high speed compressors, blowers, etc. Okay, so ഇപ്പോൾ മുന്നേ ഇത് യൂസ് ചെയ്തായിരുന്നില്ല അധികം. ഇപ്പോൾ അത് മുന്നേ യൂസ് ചെയ്തായിരുന്നത് കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ വാരിയബിൾ സ്പീഡിനും ഉപയോഗിക്കുന്നുണ്ട്, കാരണം ഈ ഇൻവേർട്ടേഴ്സും സൈക്ലോ കൺവേർട്ടേഴ്സും ഒക്കെ വന്നുകൊണ്ട് ഫ്രീക്വൻസി കൺട്രോൾ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഓക്കെ, സോ ക്ലാസിഫിക്കേഷനിൽ വരുന്നതിന് മുന്നേ സ്റ്റേറ്റർ ജസ്റ്റ് പറഞ്ഞിട്ട് പോകാം. സോ ഇതിൽ സ്റ്റേറ്റർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി സിമിലർ ടു ദാറ്റ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ. സോ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റേറ്റർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റേറ്ററും വരുന്നത്. സോ അതിൽ വരുന്നത് ഒരു സ്റ്റേറ്റർ ഫ്രെയിം ഉണ്ടാവും, സ്റ്റേറ്റർ കോർ, സ്റ്റേറ്റർ വൈൻഡിങ് ആൻഡ് കൂളിംഗ് അറേഞ്ച്മെൻറ്റ്. സോ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ കാണിച്ചിട്ടുള്ളത്. ഇതാണ് സ്റ്റേറ്റർ ഫ്രെയിം. അതിൽ ആർമേച്ചർ സ്ലോട്ടുകൾ ഉണ്ടാവും. ഈ സ്ലോട്ടുകളിലാണ് എന്ത് വെച്ചിട്ടുണ്ടാവുക, കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ 12 സ്ലോട്ട് പെർ ഫേസ് ആയിട്ടുള്ള കേസാണ് കാണിച്ചിട്ടുള്ളത്. ഓരോ സ്ലോട്ടിലും 3 കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, ആൻഡ് ദ ഫ്രെയിം ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ ഓർ വെൽഡഡ് സ്റ്റീൽ, ആൻഡ് ദ കോർ ഈസ് ഓഫ് ഹൈ ഗ്രേഡ് സിലിക്കൺ കണ്ടന്റ് ലാമിനേഷൻസ്. സോ ഹൈ ഗ്രേഡ് സിലിക്കൺ കണ്ടന്റ് സ്റ്റീൽ ലാമിനേഷൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി കറന്റ് ലോസും ഹിസ്റ്ററിസിസ് ലോസും കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കറിയാം 3 ഫേസ് ഡിസ്ട്രിബ്യൂട്ടർ വൈൻഡിങ് ആണ്, സ്റ്റാർ കണക്ടർ ആണ്, because it is similar to that of, or exactly the same as that of induction motor, 3-phase induction motor, and the winding of each phase is distributed over several slots. അതാണ് ഇവിടെ കാണിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ടർ വൈൻഡിങ് ആണ്, ഡിഫറെൻറ്റ് സ്ലോട്ടുകളായിട്ട്. ഇപ്പോൾ ഇവിടുത്തെ 12 സ്ലോട്ട് പെർ ഫേസ് ആയിട്ടുള്ള ഒരു ഇതാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് വരുന്നുണ്ട്. അതായത് വൗണ്ട് റോട്ടർ ടൈപ്പ് ഉണ്ട്, പിന്നെ പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പ് ഉണ്ട്. അതായത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് വൗണ്ട് റോട്ടർ ടൈപ്പ് ഉണ്ട്, പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പ് ഉണ്ട്, പിന്നെ സിങ്ക്രോണസ് റിലക്റ്റൻസ് മോട്ടർ ഉണ്ട്, ഹിസ്റ്ററിസിസ് സിങ്ക്രോണസ് മോട്ടർ ഉണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. പക്ഷേ നമ്മൾ അധികം പഠിച്ചിട്ടുണ്ടാവുക അതിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷനായ വൗണ്ട് റോട്ടർ ടൈപ്പാണ്. വൗണ്ട് റോട്ടർ ടൈപ്പിൻ്റെ ഉള്ളിലാണ് 2 കേസുകൾ വരുന്നത്, ഡിഫറെൻറ്റ് കേസുകൾ വരുന്നത്, സാലിയൻ പോളും സിലിണ്ടറിക്കൽ പോളും. സോ അതാണ് ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ നമുക്കറിയാം വൗണ്ട് റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻഡിങ് ആണ്, എക്സ്റ്റേണൽ നമ്മൾ വൈൻഡിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വൈൻഡിങ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും, റോട്ടറിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് സപ്ലൈ കൊടുക്കേണ്ടി വരും. സോ ഈ വൈൻഡിങ് 2 ടൈപ്പിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് സാലിയൻ പോൾ സിലിണ്ടറിക്കൽ പോൾ ടൈപ്പ് വരുന്നത്. സോ അതിലെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്ന DC സപ്ലൈ കൺട്രോൾ ചെയ്യാം. അതായത് ആ കറണ്ട് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഡിഫറെൻറ്റ് പവർ ഫാക്ടേഴ്സിൽ ഓപ്പറേറ്റ് ചെയ്യാം. ലാഗിങ് പവർ ഫാക്ടർ, ലീഡിങ് പവർ ഫാക്ടർ, യൂണിറ്റ് പവർ ഫാക്ടർ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷേ ഇപ്പോൾ നമ്മളത് പെർമനൻറ്റ് മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് റോട്ടർ മുകളിൽ പെർമനൻറ്റ് മാഗ്നറ്റ് വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടില്ല, കൺട്രോൾ ഉണ്ടാവില്ല. നമുക്കൊരു പെർട്ടിക്കുലർ പവർ ഫാക്ടറിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് എക്സൈറ്റേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടുത്തെ ഒരു ഡിഫിക്കൽറ്റി. പക്ഷേ വൗണ്ട് റോട്ടർ ടൈപ്പിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, സ്ലിപ്പറിങ്ങും ബ്രഷസും അങ്ങനത്തെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഇനിയിപ്പോൾ സിങ്ക്രോണസ് റിലക്റ്റൻസ് മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ഒരു സാലിയൻ പോൾ മോട്ടർ തന്നെയാണ്, വേണമെങ്കിൽ നമുക്ക് പറയാം വിത്തൗട്ട് ഫീൽഡ് വൈൻഡിങ് ഇല്ലാത്ത ഒരു സാലിയൻ പോൾ മോട്ടറാണ്. അപ്പോൾ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫീൽഡ് എക്സൈറ്റേഷൻ ദ എയർ ഗ്യാപ്പ് ഫ്ലക്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ ദ മാഗ്നറ്റൈസിങ് കറണ്ട് ഡ്രോൺ ഫ്രം ദ സോഴ്സ്. സോ മാഗ്നറ്റൈസിങ് കറണ്ട് എന്നാണ് അത് എന്ത് കിട്ടുന്നത്, എയർ ഗ്യാപ്പ് ഫ്ലക്സ് വരുന്നത്. ഫോർ ദ മാഗ്നറ്റൈസിങ് കറണ്ട് ഈസ് ലാർജർ ആൻഡ് ദ പവർ ഫാക്ടർ ഈസ് ലോവസ്റ്റ് കമ്പയർഡ് ടു അതർ സിൻക്രോണസ് മോട്ടോഴ്സ്. ഇതിൻ്റെ കേസിൽ സിൻക്രോണസ് റിലക്റ്റൻസ് മോട്ടറിൻ്റെ കേസിൽ. അതേപോലെ പിന്നെ വേറെ ഹിസ്റ്ററിസിസ് മോട്ടറും ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിലെ ഇപ്പോൾ തൽക്കാലം പറയുന്ന റോട്ടർ കൺസ്ട്രക്ഷൻ വൗണ്ട് റോട്ടർ ടൈപ്പിൻ്റെ ആണ്. അതിനെ തന്നെ നമ്മൾ പവർ ഇക്വേഷനും ടോർക്ക് ഇക്വേഷനും ഡിറൈവ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റർ കൺസ്ട്രക്ഷൻ ജസ്റ്റ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റർ ഫ്രെയിം, അതിൻ്റെ ഉള്ളിൽ സ്ലോട്ടുകൾ, ആ സ്ലോട്ടിൽ എങ്ങനെയാണ് കോയിൽ വയ്ക്കേണ്ടത് എന്നുള്ളത്. സോ കോയിൽ വയ്ക്കേണ്ടതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൗണ്ട് റോട്ടർ കേസാണ്. ഓക്കെ, സോ വൗണ്ട് റോട്ടർ ടൈപ്പ് സിൻക്രോണസ് മോട്ടോർ. വൗണ്ട് റോട്ടർ ടൈപ്പ് സിൻക്രോണസ് മോട്ടോറാണ്. വൗണ്ട് മീൻസ് എക്സ്റ്റേണൽ വൈൻഡിങ് ആണ് ഉണ്ടാവുക. സോ അതിലെ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻ്റ് ആണ് സാലിയൻ പോൾ അറേഞ്ച്മെൻറ്റ്. സോ ഈ സ്ട്രക്ചർ ഓൾറെഡി കണ്ടിട്ടുള്ളതായിരിക്കും. സാലിയൻ പോൾ അറേഞ്ച്മെൻറ്റ്, നടുവിലൊരു സ്റ്റീൽ സ്പൈഡർ ഉണ്ടായിരിക്കും. ഈ സ്പൈഡറിലാണ് നമ്മൾ പോളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സോ അത് റിവെറ്റ് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ടുണ്ടാവും. ആൾട്ടർനേറ്റ് സൗത്ത് നോർത്ത് പോൾസ് ആയിട്ടാണ് ഇതിലുണ്ടായിരിക്കുക. സോ ഇതിൻ്റെ സെൻട്രലിലാണ് ഷാഫ്റ്റിൻ്റെ മുകളിലാണ് സ്റ്റീൽ സ്പൈഡറുള്ളത്. ആ സ്പൈഡറിലാണ് നമ്മൾ ഇതിൻ്റെ പോൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പോൾസിൽ പിന്നെ ഡാമ്പർ വൈൻഡിങ് ഉണ്ടായിരിക്കും. ഈ ചുറ്റോറം കാണുന്നതിൻ്റെ ഫീൽഡ് വൈൻഡിങ്, ഈ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ് ഫീൽഡ് വൈൻഡിങ്. ഓക്കെ, സോ എക്സ്റ്റേണൽ വൈൻഡിങ് ആണ്. അതിലേക്ക് DC സപ്ലൈ എക്സ്റ്റേണലായിട്ട് കൊടുത്തിട്ടാണ് ഇതിനെ എന്താക്കുന്നത്, പോൾസ് ആയിട്ട്, മാഗ്നറ്റ്സ് ആയിട്ട്, ഇലക്ട്രിക്കൽ മാഗ്നറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇത് പ്രൊജക്റ്റിംഗ് ഓർ പ്രൊട്രൂഡിങ് ടൈപ്പ് ആണ്. സോ പ്രൊജക്റ്റ് ചെയ്യുന്ന ടൈപ്പ് പോൾസ് ആണ്. സോ മിനിമം 4 പോൾസ് ഉള്ള കേസിലാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ തിൻ ഷീറ്റ്സ് ലാമിനേഷൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ള എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ. കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആണ്. ഡാമ്പർ ബാർസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹണ്ടിങ് ഓസിലേഷൻസ് ഡാമ്പ് ചെയ്ത് കളയാൻ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നോൺ യൂണിഫോം എയർ ഗ്യാപ്പ് ആണ്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. നോൺ യൂണിഫോം എയർ ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ അതിനുള്ള ഇഷ്യൂസൊക്കെ ഇതിലുണ്ടായിരിക്കും. ഇതിൻ്റെ ഇക്വാലൻ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതിൽ ഡയറക്റ്റ് ആക്സിസും ക്വാഡ്രാച്ചർ ആക്സിസും ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. നോൺ യൂണിഫോം എയർ ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ നോയ്സി ഓപ്പറേഷനും ഒക്കെ ആയിരിക്കും. പിന്നെ ഇതിൽ ലാർജ് ഡയമീറ്ററും സ്മോൾ ആക്സിൽ ലെങ്ത്തും ആണ്. അതായത് ഇതിൻ്റെ ഡയമീറ്റർ ലാർജ് ആയിരിക്കും. നോർമൽ കമ്പാരിസൺ പറയുകയാണെങ്കിൽ മറ്റേതിനായിട്ട് സിലിണ്ടറിക്കൽ ഡയമീറ്റർ ലാർജും ആക്സിൽ ലെങ്ത്ത് സ്മോളും ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ ഫീൽഡ് വൈൻഡിങ്സ് സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ലാർജ് നമ്പർ ഓഫ് പോൾസ് ലോ സ്പീഡിന് ഉപയോഗിക്കും. ഓരോ കേസിൽ പറഞ്ഞാൽ ഹൈഡ്രോ ആൾട്ടർനേറ്റർ ആണെങ്കിൽ ഹൊറിസോണ്ടൽ മൗണ്ടഡ് ആണ്. ഹൈ സ്പീഡ് ഇമ്പൾസ് ആണെങ്കിൽ വെർട്ടിക്കൽ ടൈപ്പ് ആണ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. സോ അതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത് നോൺ യൂണിഫോം എയർ ഗ്യാപ്പ് ആണ്. ഓക്കെ, നോൺ സാലിയൻ്റ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ പോൾ ടൈപ്പ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് വൗണ്ട് റോട്ടറിലെ നോൺ സാലിയൻ്റ് ഓർ സിലിണ്ടറിക്കൽ പോൾ ടൈപ്പ് ആണ്. സോ അതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആൾട്ടർനേറ്റ് നോർത്ത് സൗത്ത് പോൾസ് ആയിട്ടുള്ളത്. ഇത് 2 പോളിൻ്റെ ആണ്, ഇത് 4 പോളിൻ്റെ ആണ്. സോ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സോ ഇത് സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്താ പറയുക, എയർ ഗ്യാപ്പ് ഓൾമോസ്റ്റ് യൂണിഫോം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ കമ്പാരിറ്റീവ്ലി സ്മൂത്തർ ആയിരിക്കും, ലെസ്സർ നോയ്സ് ആയിരിക്കും. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടർ വൈൻഡിങ് തന്നെയാണ്. സ്മോൾ ഡയ ആൻഡ് ലാർജ് ആക്സിൽ ലെങ്ത് ആണ്. മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ ഡയമീറ്റർ സ്മോളും ആക്സിൽ ലെങ്ത് ലാർജും ആയിരിക്കും ഉണ്ടാവുക. പിന്നെ യൂണിഫോം എയർ ഗ്യാപ്പ് ആണ്. അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടർബോ ആൾട്ടർനേറ്റേഴ്സിലാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഹൊറിസോണ്ടൽ ഇൻസ്റ്റലേഷൻ ആണ്, എക്സ്പെൻസീവ് ആണ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് ഓൾറെഡി നമ്മൾ മെഷീൻസിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തെന്ന് മാത്രം. പിന്നെ അതിൻ്റെ രണ്ടിൻ്റെ കേസ്, പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നത് എക്സൈറ്റേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 വൗണ്ട് ടൈപ്പിൻ്റെ കേസാണ് പറയുന്നത്. സോ വൗണ്ട് ടൈപ്പിലേക്ക് നമുക്ക് DC സപ്ലൈ കൊടുക്കണം. സോ അതിന് 2 മെത്തേഡുകളാണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഒന്ന് DC പവർ ഫ്രം ആൻ എക്സ്റ്റേണൽ DC സോഴ്സ് ടു ദ റോട്ടർ ബൈ മീൻസ് ഓഫ് സ്ലിപ്പ് റിങ്സ് ആൻഡ് ബ്രഷസ്. സോ എക്സ്റ്റേണലായിട്ട് DC പവർ കൊടുക്കുക, DC സപ്ലൈ കൊടുക്കുക എന്തുവഴി? സ്ലിപ്പ് റിങ്സും ബ്രഷസും വഴി. സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് സ്ലിപ്പ് റിങ് എന്ന് പറയുന്നത്. എന്താ പറയുക, മെറ്റൽ റിങ് ആണ് ഉണ്ടാവുക. അതിൻ്റെ മുകളിൽ ബ്രഷസ് വഴി, കോണ്ടാക്ട് വഴിയാണ് പുറമേ നിന്ന് നമുക്ക് എന്ത് വരുന്നത്, DC സപ്ലൈ ഇതിലേക്ക് വരുന്നത്. ഓക്കെ, സോ എക്സ്റ്റേണൽ DC നമ്മളിവിടെ കൊടുക്കുന്നത് സ്ലിപ്പ് റിങ്സ് ആൻഡ് ബ്രഷസ് യൂസ് ചെയ്തിട്ടാണ്. അതാണ് ഒരു മെത്തേഡ്. പിന്നെ സപ്ലൈ DC പവർ ഫ്രം എ സ്പെഷ്യൽ DC പവർ സോഴ്സ് മൗണ്ടഡ് ഡയറക്ട്ലി ഓൺ ദ ഷാഫ്റ്റ് ഓഫ് ദ മെഷീൻ. അല്ലെങ്കിൽ ആ ഷാഫ്റ്റിൽ തന്നെ വേറൊരു മെഷീൻ വെച്ചിട്ട് അതിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് എക്സ്റ്റേണൽ DC സോഴ്സ് വഴി കൊടുക്കുന്നത്. ഇത് ആ ഷാഫ്റ്റിൽ തന്നെ മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സോഴ്സ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സോ ഒരു എക്സ്റ്റേണൽ DC ജനറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സൈറ്റർ എന്ന്. ഇനി സ്ലിപ്പ് റിങ്സ് ആർ അതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. സ്ലിപ്പ് റിങ്സ് ആർ മെറ്റൽ റിങ്സ് completely encircling the shaft of a machine but
insulator from it, and one end of the DC rotor winding is connected to each of the two slip rings of the machine shaft. And graphite carbon brushes, graphite like carbon brushes are connected to DC terminals and which ride on the slip ring, supplying DC voltage to the field winding regardless of the position or speed of the rotor. So അതാണ് എപ്പോഴും അതിലേക്ക് എന്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഡി സി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജും. ഈ എന്താ സ്ലിപ്പ് റിങ്സും ബ്രഷസും വരുമ്പോൾ കുറേ സ്പാർക്കിംഗ് ഇഷ്യൂസൊക്കെ വരാം. അതാണ് അതിലത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞത്. സോ അത് തന്നെ ഒന്നുകൂടി കാണിച്ചിരിക്കുന്നത് മാത്രം. ഇതാണ് അതിൻ്റെ സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് 2 ബ്രഷസ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് വൗണ്ട് റോട്ടർ ടൈപ്പ് മോട്ടോഴ്സ് ഓവർ ഇൻഡക്ഷൻ മോട്ടോഴ്സ്. ഇൻഡക്ഷൻ മോട്ടറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, എഫിഷ്യൻസി ഹയർ ആണ്. പിന്നെ ഇനേഷ്യ ലോ ആണ്, അതായത് വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ ട്രാൻഷൻ റെസ്പോൺസ് ആണ്. ലോവർ ഇനേഷ്യ വിച്ച് വിൽ റിസൾട്ട് ഇൻ എൻഹാൻസ്ഡ് ട്രാൻഷൻ റെസ്പോൺസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് മെഷീൻ. അത് നമുക്കറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NM മോട്ടോർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ത് തന്നെയാണ്, motor speed is exactly the same as the synchronous speed, and the synchronous speed is given by 120 f/p. Okay, so frequency number of poles constant ആണെങ്കിൽ എന്ത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കും, ഈ സിങ്ക്രോണസ് സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. സോ ദ മോട്ടോർ സ്പീഡ് ഈസ് സെയിം ആസ് ദറ്റ് ഓഫ് സിങ്ക്രോണസ് സ്പീഡ് ആൻഡ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് സ്പീഡ് മെഷീൻ ആൻഡ് ഇറ്റ് ഈസ് റെസ്പെക്റ്റീവ് ഓഫ് ദ ലോഡ് എന്തായി കഴിഞ്ഞാലും അത് സെയിം ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ ഇതിലത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ കൺട്രോൾ ദ ഫീൽഡ് ഓർ വി ക്യാൻ വാരി ദ ഫീൽഡ് എക്സൈറ്റേഷൻ സോ ദാറ്റ് വി ക്യാൻ ഒബ്റ്റെയിൻ എനി ഡിസൈഡ് പവർ ഫാക്ടർ, ദാറ്റ് ഈസ് ഐദർ ലാഗിങ്, ലീഡിങ്, യൂണിറ്റ് പവർ ഫാക്ടർ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. സോ ഇതാണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, ഫീൽഡ് എക്സൈറ്റേഷൻ കൺട്രോൾ ചെയ്യാം. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് കോൺസ്റ്റന്റ് സ്പീഡ് മെഷീനാണ്. കോൺസ്റ്റന്റ് സ്പീഡ് ആണെങ്കിലും നമുക്കത് വാരിയബിൾ ആക്കാം. എന്ത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രീക്വൻസി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ. സോ കോൺസ്റ്റന്റ് സ്പീഡ് വാരിയബിൾ സ്പീഡ് മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ സിലിണ്ടറിക്കൽ റോട്ടോറിൻ്റെ ഇക്വലൻസ് സർക്യൂട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ടോർക്ക് ഇക്വേഷനും ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾഡ് സോഴ്സ് എക്സസ് എന്ന് പറയുന്നത് സിങ്ക്രോണസ് റിയാക്റ്റൻസ് ആണ്. എക്സസ് ഇസ് ദ സിങ്ക്രോണസ് റിയാക്റ്റൻസ് ആൻഡ് ഇ എന്ന് പറയുന്നത് നമ്മളുടെ എക്സൈറ്റേഷൻ EMF ആണ്. സോ ദ പവർ ഇൻപുട്ട് എന്ന് പറയുന്നത്, ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം, 3 വോൾട്ടേജും കറണ്ടും പവർ ഫാക്ടറും വരുന്ന എക്സ്പ്രഷൻ ആണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 3V into IS cos phi, where phi is the angle between V and IS. Okay, since the stator loss has been neglected, the power developed is the same as that of the input power. So നമുക്ക് രണ്ടും ഈക്വൽ ആയിട്ട് പറയാം. അതായത് Pin will be equal to PM. So PM is equal to 3V IS cos phi. So ഇതിൽ നമുക്ക് ഈ IS cos phi എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ KVL ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ KVL അപ്ലൈ ചെയ്താൽ നമുക്ക് വരിക V ഈക്വൽ ടു IS ഇൻറ്റു XS പ്ലസ് E ആംഗിൾ മൈനസ് ഡെൽറ്റ എന്ന് വരും. സോ അതിൽ നമുക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ IS ഈക്വൽ ടു V മൈനസ് E ആംഗിൾ മൈനസ് ഡെൽറ്റ ഡിവൈഡ് ബൈ JXS എന്ന് കിട്ടും. കാരണം ഇതാണ് ഇതിൻ്റെ എക്സ്പ്രഷൻ, V ഈക്വൽ ടു JIS XS പ്ലസ് E ആംഗിൾ മൈനസ് ഡെൽറ്റ ആണ്. ഓക്കെ, സോ അതിൽ നമുക്ക് എന്തിൻ്റെ എക്സ്പ്രഷൻ കിട്ടും, IS കിട്ടും. IS ഈക്വൽ ടു V മൈനസ് E ആംഗിൾ മൈനസ് ഡെൽറ്റ ഡിവൈഡ് ബൈ JXS. സോ അത് സിംപ്ലിഫൈ ചെയ്താണ് എഴുതിയിട്ടുള്ളത്. 2 ടേം സെപ്പറേറ്റ് ആക്കി. 1/J എന്ന് പറഞ്ഞാൽ -π/2 ആണ്, ആംഗിൾ -π/2 ആണ്. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് IS കിട്ടിയ IS കോസ് ഫൈ എഴുതാം. കോസൈൻ എടുത്തു. സോ കോസ് 90 0 ആയി പോകും. സോ ജസ്റ്റ് നമുക്ക് ഈ ടേം മാത്രമേ വരുള്ളൂ. സോ പവർ നമുക്ക് അറിയാം 3VIS cos phi ആണ്. അതിൽ IS cos phiക്ക് പകരം E/X sin ഡെൽറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇതാണ് പവറിൻ്റെ ഇക്വേഷൻ വരിക. ഓക്കെ, അതേപോലെ ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവർ ഡിവൈഡ് ബൈ സ്പീഡാണ്. ഇപ്പോൾ ഈ കേസിൽ സിങ്ക്രോണസ് സ്പീഡും മോട്ടോർ സ്പീഡും സെയിം ആണ്. സോ അതുകൊണ്ട് 3VE/XS ഒമേഗ സൈൻ ഡെൽറ്റ എന്ന് പറയും. ഇപ്പോൾ ഈ 2 കേസിലും എക്സൈറ്റേഷൻ കോൺസ്റ്റന്റ് ആയി വെക്കുകയാണെങ്കിൽ നമുക്കറിയാം ബാക്കിയുള്ളെല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ടോർക്ക് വിൽ ബി പ്രൊപ്പോർഷണൽ ടു സൈൻ ഡെൽറ്റ ആൻഡ് പവർ വിൽ ഓൾസോ ബി പ്രൊപ്പോർഷണൽ ടു സൈൻ ഡെൽറ്റ. സോ അതുകൊണ്ട് തന്നെ ഈ ഡെൽറ്റ എന്ന് പറയുന്ന ആംഗിളിന് പറയുന്ന ഒരു പേരാണ് പവർ ആംഗിൾ ഓർ ടോർക്ക് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 2 റിലേഷൻസും ആണ് ഇതിൽ നമുക്ക് ഓർത്ത് വയ്ക്കേണ്ടത്. ഇത് അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ സ്പീഡ് ടോർക്ക് ആര പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക, X ആക്സിസിൽ ടോർക്കും Y ആക്സിസിൽ സ്പീഡുമാണ് എടുത്തിട്ടുള്ളത്, റേഡിയൻ പെർ സെക്കൻഡിൽ ടോർക്ക് ഇൻ ന്യൂട്ടൺ മീറ്റർ. സോ അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ
ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോക്ക് മോട്ടോറിങ് ഓപ്പറേഷൻ കിട്ടും, ഡെൽറ്റ ലെസ് ദാൻ സീറോക്ക് നമുക്ക് ബ്രേക്കിംഗ് ഓപ്പറേഷൻ കിട്ടും. അതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഇരിക്കുക. സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും നമുക്കറിയാം ഒരു മാക്സിമം ടോർക്ക് ഉണ്ടായിരിക്കും. മോട്ടറിങ്ങിലായാലും ബ്രേക്കിങ്ങിലായാലും ഒരു പെർട്ടിക്കുലർ ടോർക്ക് വിട്ട് പോയി കഴിഞ്ഞാൽ ഇത് സിങ്ക്രോണിസിൽ നിന്ന് പോരും. അതിനെ പറയുക പുൾ ഔട്ട് എന്നാണ് പറയുക. സോ ഓൾവേസ് സിങ്ക്രോണസ് ആയിട്ട് ഓപ്പറേറ്റ്